കൊറോണ ലോക്ക്ഡൗൺ സമയത്ത് മലയാളിക്ക് വീട് കിട്ടിയ മുത്താണ് ഈ ഒരു ക്ലബ് ഹൗസ്. പക്ഷേ നല്ലോണം ഇരുന്ന് ചിന്തിച്ചാൽ അതിലൂടെ പൈസ ഉണ്ടാക്കാനുള്ള ഒരുപാട് വഴികളുണ്ട്. ക്ലബ് ഹൗസിലൂടെ നമുക്ക് ക്യാഷ് ഉണ്ടാക്കാം. ഹായ് ഓൾ, ഇന്ന് ക്ലബ് ഹൗസ് ഒരു തരംഗമാണ്. നമ്മളിൽ പലരും അത് ഉപയോഗിക്കുന്നുണ്ട്. അതിലാണ് പലരുടെയും സമയം ഇപ്പം സ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ ഈ കൊറോണ ടൈമിൽ വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുമ്പം കൂടുതൽ ആൾക്കാരും ഇന്ന് ഉള്ളത് ക്ലബ് ഹൗസിലാണ്. ക്ലബ് ഹൗസ് കൊണ്ട് നമുക്കുള്ള ബെനിഫിറ്റ്സും അതുപോലെ തന്നെ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിലേക്ക് വരുന്നതിന് മുമ്പ് എൻ്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദ അഡ്വഞ്ചർ ലിസ്റ്റ്. ക്ലബ് ഹൗസ് എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ഇൻവിറ്റേഷൻ ഓൺലി വോയിസ് ബേസ്ഡ് സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനാണ്. അതിൽ നമുക്ക് ഒരുപാട് വോയിസ് ഡിസ്കഷൻസും ഡിബേറ്റുകളും പങ്കുചേരാനും കേൾക്കാനുമുള്ള ഓപ്ഷൻസാണ് അത് മെയിനായിട്ട് ഇപ്പോൾ നമുക്ക് തരുന്നത്. അൽഫ എക്സ്പ്ലോറേഷൻ എന്നൊരു കമ്പനിയാണ് അതിൻ്റെ ഡെവലപ്പർ. പോൾ ഡേവിഡ്സൺ എന്ന ഒരാളും റോഹൻ സെയ്ത്ത് എന്നൊരു ഇന്ത്യക്കാരനുമാണ് അതിൻ്റെ ഐഡിയ കൊണ്ടുവന്നത്. ഒരുപാട് പരാജയങ്ങളിൽ നിന്നുമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ ഇത്രയും വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നെവർ ഗിവ് അപ്പ് എന്ന് നമുക്ക് ഒരിക്കൽ കൂടെ ഈ ഒരു വിജയത്തിൽ കണ്ട് നമുക്ക് മനസ്സിലാക്കാം. 2019 കോവിഡിൻ്റെ തുടക്കകാലത്ത് പോപ്പുലറായ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ആദ്യത്തെ പേര് ടോക്ക് ഷോ എന്നായിരുന്നു. 2020 മാർച്ചിൽ ക്ലബ് ഹൗസ് ഒന്ന് റീബ്രാൻഡ് ചെയ്ത് ഇവരത് iOS റിലീസ് ചെയ്തു. ഈ ഒരു ആപ്ലിക്കേഷൻ പോപ്പുലർ ആയപ്പോൾ 2020 മെയ്യിൽ ഇതിൻ്റെ വാല്യൂ വെറും $100 മില്യൺ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് $4 ബില്യൺ ആയി മാറിയിരിക്കുകയാണ്. കാരണം 2021 ഡിസംബറിൽ വെറും 6 ലക്ഷം യൂസേഴ്സ് മാത്രമായിരുന്നു ക്ലബ് ഹൗസിനുണ്ടായിരുന്നത്. പക്ഷേ അത് 2021 ജനുവരി ആയപ്പോഴേക്കും 2 മില്യനായി മാറി. ഫെബ്രുവരി പകുതി ആയപ്പോഴത്തേക്കും അത് 8 മില്യനായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വരുന്ന ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാവും. മാത്രമല്ല അപ്പോഴേക്കും അവരുടെ ആൻഡ്രോയിഡ് വേർഷനും റിലീസായിട്ടുണ്ടായിരുന്നു. മറ്റ് പല സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ് പോലെയും ഇതിനും ഒരുപാട് ഗുഡ് ആൻഡ് ബാഡ് സൈഡ്സ് ഉണ്ട്. നമുക്കൊരിക്കലും സംസാരിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരുപാട് കാത്തിരിപ്പിന് ശേഷം മാത്രം സംസാരിക്കാൻ പറ്റുന്ന പല വ്യക്തികളോടും പല പ്രമുഖ ആൾക്കാരോടും നമുക്ക് ലൈവായിട്ട് സംസാരിക്കാനും നമ്മളുടെ ഐഡിയാസ് ഷെയർ ചെയ്യാനും അവർ പറയുന്നത് നമുക്ക് കേൾക്കാനുമുള്ള ഒരു നല്ലൊരു ചാൻസ് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് ഇതിൻ്റെ ഏറ്റവും എനിക്ക് തോന്നിയ ഏറ്റവും നല്ലൊരു ഗുഡ് സൈഡ്. നമുക്ക് ഇഷ്ടമുള്ള ഏതൊരു വിഷയത്തിലും നമുക്ക് സംസാരിക്കാം, ഇടപെടാം. അതുപോലെ തന്നെ സമാന ചിന്താഗതിയിലുള്ള പലരെയും നമുക്ക് കണ്ടുമുട്ടാം. അതിലൂടെ തന്നെ നമുക്ക് ഒരുപാട് പുതിയ ഐഡിയാസ് കൊണ്ടുവരാനും സാധിക്കും. ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ഡ്രസ് കോഡിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ഒരു ആവശ്യവും ഈ ഒരു ആപ്പ് യൂസ് ചെയ്യുമ്പം ഇതുവരെ ഇല്ല. ഒന്നിലധികം ആൾക്കാർ കൂടിയാൽ സംസാരിക്കാൻ പേടിയുള്ള അല്ലെങ്കിൽ സ്റ്റേജ് ഫിയർ ഉള്ള ഒരുപാട് ആൾക്കാർക്ക് ഇത് അവരുടെ ഐഡിയാസും അവരുടെ ആശയങ്ങളും അവരുടെ അഭിപ്രായങ്ങളും പങ്കുവയ്ക്കാനും ഷെയർ ചെയ്യാനൊക്കെയുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. അതുപോലെ തന്നെ നമ്മളെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളർത്താനും നമ്മൾക്ക് ഒരുപാട് ലാംഗ്വേജസ് പഠിക്കാനും എല്ലാത്തിനുള്ളൊരു പ്ലാറ്റ്ഫോമായിട്ട് ഇത് മാറുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഈ ഒരു നല്ല കാര്യങ്ങൾ പോലെ തന്നെ ഇതിൻ്റെ ബാഡ് സൈഡ്സും ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇതിൻ്റെ പ്രൈവസി ഇഷ്യൂസ്. ഈ ഓരോ ചാറ്റ് റൂമുകളും റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു റൂം സ്റ്റാർട്ട് ചെയ്ത് അതിൽ എന്ത് സംസാരിക്കുന്നുണ്ടോ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അത് റെക്കോർഡ് ചെയ്യുന്നു. പക്ഷേ ആ ഒരു റെക്കോർഡ് ചെയ്തത് ചെക്ക് ചെയ്യാൻ നമ്മളാരെങ്കിലും റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ അവരത് ചെക്ക് ചെയ്യത്തുള്ളൂ. അതുമാത്രമല്ല ഈ ഒരു ചാറ്റ് റൂം എൻഡ് ചെയ്യുന്ന സമയത്ത് ഈ എല്ലാ റെക്കോർഡ്സും ഡിലീറ്റ് ആയി പോവുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതിൽ നമ്മളൊക്കെ പേഴ്സണൽ ഡീറ്റെയിൽസ് ലീക്ക് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇന്നലെ ഞാനൊരു പ്രമുഖ യൂട്യൂബറുടെ ഒരു ചാറ്റ് റൂമിൽ കയറിയ സമയത്ത് ഞാൻ കയറി കുറച്ച് നേരം കഴിഞ്ഞപ്പം അതിലേക്ക് അതിൻ്റെ മോഡറേറ്റർ, അതായത് ഈ ഒരു ഹോസ്റ്റ്, ഒരു കുട്ടിയെ സംസാരിക്കാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്തു. അവർ ഇൻവൈറ്റ് ചെയ്ത ശേഷമായിരിക്കും ചിലപ്പോൾ അതൊരു കുട്ടിയാണെന്നുള്ള മനസ്സിലായത്. ആ ഒരു 10th പഠിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അവൾ കൂടുതൽ ഡീറ്റെയിൽസ് ഇങ്ങനെ ചോദിച്ച സമയത്ത് എനിക്ക് തോന്നുന്നു അവളുടെ എക്സാക്റ്റ് ലൊക്കേഷൻ വരെ ഇന്നലെ അതിൽ പറഞ്ഞു. അവളുടെ അഡ്രസ്സ് ഏതാണ്, എല്ലാ കാര്യങ്ങളും ഇന്നലെ അതിൽ ഷെയർ ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു അത്ര നല്ലൊരു കാര്യമല്ല. കാരണം 10,000-ലധികം ഒരു ലിസണേഴ്സ് അപ്പോൾ ആ ഒരു ചാനലുണ്ട്. ആ ഒരു കുട്ടി ചിലപ്പോൾ അവളുടെ വിവരമില്ലായ്മ കൊണ്ട് പറഞ്ഞു പോയതായിരിക്കും. പക്ഷേ അത് ചോദിച്ച യൂട്യൂബർക്ക് ഒട്ടും വിവരമില്ലെന്ന് ഞാൻ ഇന്നലെ ആലോചിച്ചു പോയി. ഇതുപോലെ അറിഞ്ഞും അറിയാതെയും നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ലീക്കാനുള്ള ചാൻസ് ഇതിൽ വളരെ കൂടുതലാണ്. അതുപോലെ ഫേക്ക് പ്രൊഫൈൽസ്. ഇതിലൊരുപാട് ഫേക്ക് പ്രൊഫൈൽസ് ഉണ്ട്. നമ്മളെ പല ആക്ടേഴ്സിൻ്റെയും മറ്റ് പല പ്രമുഖ ആൾക്കാരുടെയും പേരുള്ള ഫേക്ക് പ്രൊഫൈൽസ് ഇതിൽ അവരുടെ തേരോട്ടമാണ് ഈ ഒരു ക്ലബ് ഹൗസിൽ. പല അക്കൗണ്ടുകളിലും പല ചാറ്റ് റൂമിലും അവർ കയറുന്നുണ്ട്, പല സംസാരങ്ങളിലും അവർ ഇടപെടുന്നുണ്ട്. ആ ഒരു വ്യക്തിയുടെ ശബ്ദം വരെ അതിൽ അവർ അനുകരിച്ചാണ് സംസാരിക്കുന്നത്. അതിൽ ഉണ്ടാകുന്ന പ്രശ്നം ആ ഒരു പ്രമുഖ വ്യക്തിക്ക് മാത്രമായിരിക്കും. അവരുടെ മുഖച്ഛായ ബാധിക്കുന്ന പല സംസാരങ്ങളും ആയിരിക്കും അതിൽ വരിക.
ക്ലബ് ഹൗസിൽ വെരിഫിക്കേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഇതൊരു ആ ഒരു വ്യക്തി റിയലാണോ അല്ലയോ എന്നുള്ള കാര്യം വെരിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊന്നും അതിലിതുവരെ വന്നിട്ടില്ല. അതുപോലെ ഈ ഓരോ ചാറ്റ് റൂമിൽ നമ്മൾ കയറിയാലും അതിൽ നടക്കുന്ന ഓരോ കോൺവെർസേഷനും സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. അതിലൂടെയും നമുക്ക് മിസ്യൂസ് ചെയ്യപ്പെടാം. നമ്മൾ അതിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അത് വേണമെങ്കിൽ അതിൽ നിന്ന് റെക്കോർഡ് ചെയ്ത് മറ്റ് പല സ്ഥലങ്ങളിലും ഉപയോഗിക്കാം, മറ്റ് സ്ഥലങ്ങളിൽ അപ്ലോഡ് ചെയ്യപ്പെടാം. അതുപോലെ അഡൾട്ട് ഓൺലി അല്ലെങ്കിൽ 18+ റെഗുലേഷൻസ്, ആ ഒരു റെഗുലേഷൻസൊന്നും ഇതിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ ഒരു റെഗുലേഷൻ വളരെ അത്യാവശ്യമായിട്ട് വേണ്ട പല ചാറ്റ് റൂമുകളിലും പല കുട്ടികളും കയറി നടക്കുന്നുണ്ട്. അവിടെ നടക്കുന്ന വലിയ വലിയ സംസാരങ്ങളിലൊക്കെ ഇവർ വന്ന് കേട്ടിരിക്കുകയാണ്. അതും ആ ഒരു നല്ലൊരു ചെറുപ്പകാലത്തെ വേണ്ടാത്ത പലതിലേക്കും മിസ്ലീഡ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുപോലെ സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളുടെയും ക്രെഡിബിലിറ്റി അതും ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഒരു പ്രൂഫോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇതിൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പം എന്തൊരു കാര്യവും സംസാരിക്കുകയാണെങ്കിലും കേൾക്കുകയാണെങ്കിലും അതിനെക്കുറിച്ച് നമ്മളും അതിൻ്റേതായ ഒരു അന്വേഷണം നടത്തുകയും അറിയുകയും വേണം. ഒരുപാട് നല്ല രീതിയിൽ കൊണ്ടുപോയി നല്ല ഐഡിയാസും ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഈ ഒരു ആപ്ലിക്കേഷനിൽ പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ വേണ്ടാത്തതും അല്ലെങ്കിൽ ഒരാവശ്യവുമില്ലാത്ത കുറേ സംസാരങ്ങളും ചർച്ചകളൊക്കെയാണ് നടക്കുന്നത്. എൻ്റെ വീട്ടിലെ കഞ്ഞിയിൽ ഉപ്പില്ലാത്തതിനെ പറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭയങ്കര സില്ലി ആയിട്ടുള്ള കുറേ കാര്യങ്ങളും അങ്ങനെ അതിൻ്റെ ഒരു വില കളയുന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെയാണ് ഇന്ന് അതിൽ നടക്കുന്നത്. അതുപോലെ തന്നെ ലാക്ക് ഓഫ് റിയൽ ടൈം ഫിൽട്രേഷൻ, അതായത് നമ്മളെടുത്ത് ഒരാളിപ്പം വേണ്ടാത്ത രീതിയിൽ സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരാൾ നമ്മളോട് എന്തെങ്കിലും തെറി പറയുന്നു, അല്ലെങ്കിൽ നമ്മളുണ്ടാക്കിയൊരു എന്താ പറയുക റൂമിൽ വന്നിട്ട് ഒരാൾ കുറേ ഒരു തെറി അഭിഷേകം നടത്തുന്നു. നമുക്കത് ഫിൽട്ടർ ചെയ്യാനുള്ളൊരു ഓപ്ഷനും ഇല്ല. അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എത്ര ആൾക്കാരുണ്ടോ അതെല്ലാവരും കേൾക്കും. അതൊരു വലിയൊരു പ്രശ്നമാണ്. ഈ പോരായ്മകളൊക്കെ ക്ലബ് ഹൗസ് അടുത്ത് തന്നെ മാറ്റി ക്ലിയർ ചെയ്ത് നമുക്ക് വിചാരിക്കാം. അല്ലെങ്കിൽ ഒമാൻ, ജോർദാനൊക്കെ പോലെ ഇന്ത്യയും ഇതിനെ ബാൻ ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഈ കൊറോണ ലോക്ക്ഡൗൺ സമയത്ത് മലയാളിക്ക് വീട് കിട്ടിയ മുത്താണ് ഈ ഒരു ക്ലബ് ഹൗസ്. നമ്മളെ നാട്ടിലെ ബാക്കിയുള്ള ക്ലബ് ഹൗസുകളൊക്കെ പൂട്ടിപ്പെട്ടെങ്കിലും തുറന്നൊരു ക്ലബ് ഹൗസാണിത്. ആർക്കും എപ്പോഴും കയറി വരാം, എപ്പോഴും പോകാം. അതിൽ വെറുതെ ടൈം കളയാതെ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് കുറേ കാര്യങ്ങൾ ചിന്തിക്കാനും ചെയ്യാനുമുണ്ട്. തൽക്കാലം ക്ലബ് ഹൗസ് ഇപ്പോൾ ആർക്കും പണമുണ്ടാക്കാനുള്ള ഓപ്ഷൻസ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അവർ എന്തായാലും വൈകാതെ തന്നെ പ്രൊമോഷൻസ് അല്ലെങ്കിൽ ആഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. അല്ലാതെ അവർക്ക് ഇതിൽ കൂടുതൽ പ്രോഫിറ്റ് അവർക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ നല്ലോണം ഇരുന്ന് ചിന്തിച്ചാൽ അതിലൂടെ പൈസ ഉണ്ടാക്കാനുള്ള ഒരുപാട് വഴികളുണ്ട്. ക്ലബ് ഹൗസിലൂടെ നമുക്ക് ക്യാഷ് ഉണ്ടാക്കാം, നമുക്ക് പ്രൊഡക്റ്റ്സ് സെല്ല് ചെയ്യാം, നമുക്ക് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. ഈ ഒരു ക്ലബ് ഹൗസ് നമ്മളെ ഇൻസ്റ്റഗ്രാമും ട്വിറ്ററും ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പം നമ്മൾ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാകും ഒരുപാട് കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഈ ഒരു പ്ലാറ്റ്ഫോം ഇപ്പോൾ നല്ലപോലെ യൂസ് ചെയ്യുന്നുണ്ട്. അത് വെറുതെ ഒന്നുമല്ലല്ലോ. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മളെന്താണോ ചെയ്യുന്നത് അതിനെ പറ്റിയിട്ട് നമുക്ക് പ്രൊമോഷൻസ് കൊടുക്കാം. ഒരുപാട് ലിസണേഴ്സ് ഒരേ ടൈം ഉണ്ടാകുമ്പോൾ ഓരോ മിനിറ്റിലും നമ്മളെ ലിസണേഴ്സ് ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാകും. അതിൽ തന്നെ നമ്മൾ എത്ര പ്രാവശ്യം നമ്മളെ ഒരു കാര്യത്തിനെ കുറിച്ച് പ്രൊമോട്ട് ചെയ്താലും അതിൽ ബോറടിച്ച് ഇപ്പം കുറച്ചാൾ പോയാലും അപ്പോഴത്തേക്കും അടുത്ത ആൾക്കാർ അതിലേക്ക് വരും. ഇതിൻ്റെ ഒരു ഗുണം അതാണ്. അതുപോലെ പിന്നെ നമ്മളെ ഈ ഒരു ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഓൺലൈൻ ട്രെയിനിങ് കൊടുക്കുന്നത്, അവർക്ക് ട്രെയിനിങ്സ് കൊടുക്കാം. അതുപോലെ നമുക്ക് എന്തെങ്കിലും ലാംഗ്വേജ് ട്രെയിനിങ് ക്ലാസ്സുകൾ കൊടുക്കാം. ഇപ്പം സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഒരു ക്ലാസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു ക്ലബ് ഹൗസിലൂടെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊക്കെ നമുക്ക് അതിലൂടെ എന്താ പറയുക വളരെ ഈസി ആയിട്ട് ക്യാഷ് ഉണ്ടാക്കാനും പറ്റുന്നൊരു ഓപ്ഷനാണ്. ഇത്രയും ക്ലബ് ഹൗസ് നമുക്കൊരു ക്യാഷ് ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ തന്നിട്ടില്ലെങ്കിലും നമ്മളൊന്ന് ഇരുന്ന് ചിന്തിച്ചാൽ നമുക്ക് അതിലൂടെ ക്യാഷ് ഉണ്ടാക്കാനുള്ള ഓപ്ഷൻസ് ഒരുപാട്. സ്പീക്കേഴ്സിന് ഇതൊരു നല്ലൊരു സ്പേസാണ്. അതേപോലെ ഈ ഒരു ഓൺലൈനായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും നമുക്ക് ഇതിലേക്ക് മാറ്റാൻ കഴിയുന്നു. എന്തായാലും ഈ ക്ലബ് ഹൗസിൻ്റെ ഗുഡ് സൈഡ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ കൊറോണ ടൈമിനെ നല്ല ക്വാളിറ്റി ടൈമായിട്ട് മാറ്റാം. ഫേസ്ബുക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അതിലൂടെ ഈ ടെറർ കമ്മ്യൂണിക്കേഷൻ നടക്കുമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഫേസ്ബുക്ക് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല. അതേപോലെ ട്വിറ്റർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അതിൽ ഏറ്റവും കൂടുതൽ ട്രോളുകളാണ് ഉണ്ടാവുക എന്നൊന്നും ട്വിറ്ററിൻ്റെ ഉണ്ടാക്കിയ ആൾക്കാരും വിചാരിച്ചിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ക്ലബ് ഹൗസ് ഉണ്ടാക്കിയ ആൾക്കാരും അവർ നല്ല ഉദ്ദേശത്തിലായിരിക്കും എന്തായാലും ഈ ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിന് നല്ല ഉദ്ദേശത്തിലും അതിലൂടെ നമുക്ക് നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യാം. എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ ട്രാവൽ സ്റ്റോറീസ് ആ ഒരു
പ്ലേലിസ്റ്റ് തന്നെ ഇതിലുണ്ട്, സ്റ്റോറീസ് ബൈ ദ അഡ്വഞ്ചലിസ്റ്റ്. അതും നിങ്ങൾ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതെല്ലാം ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരായിട്ട് ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.